ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശരത് ടെക്കറ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യം വൺ പ്ലസിന്റെ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ വൺ പ്ലസ് CE4 ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫോണാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നൊരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഫോണായിട്ട് അവർ ഇറക്കുന്നെങ്കിൽ പോലും അതെനിക്ക് അത്ര വാല്യൂഫുൾ ഫോണായിട്ട് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് വെച്ചാൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ആണ് വരുന്നത്. ഡിസ്പ്ലേ നോക്കുമ്പോൾ 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 2000 നിക്സ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. 5 കളേഴ്സ് ആണ്. AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡിസ്പ്ലേ ഇസ് പ്രെറ്റി ഗുഡ്. കാരണം പിന്നെ വരുന്നത് പറഞ്ഞാൽ ബാറ്ററി ഒരു 5500 mAh ബാറ്ററിയാണ്. ഒരു 30 വോൾട്ടിന്റെ ചാർജർ വരുന്നത്. ബാറ്ററി ലൈഫ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു. കാരണം ഒരു 5 hours കിട്ടുമെന്നാണ് അവർ പറയുന്നത്. എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. 5 hours കിട്ടും. പക്ഷെ ബാറ്ററി എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു. പക്ഷെ ഡിസ്പ്ലേ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു. ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡുവൽ ക്യാമറയാണ് വരുന്നത്. എന്തിനാണ് ഈ 2 MP ഡെപ്ത് സെൻസർ കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം 50 MP മെയിൻ സെൻസർ ഉണ്ട്. 2 MP ഡെപ്ത് മാക്രോ എടുക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 12 MP കൊടുക്കായിരുന്നു. കാരണം ഒരു ഇപ്പൊ മിനിമം ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 12 MP ക്യാമറ. അവിടെ ഒരു 5 എങ്കിലും അത്യാവശ്യം കൊടുക്കായിരുന്നു. ഇത് 2 മാക്രോ കൊടുത്തെന്ന് പറഞ്ഞാൽ വലിയ മോശമായിട്ട് പോയി. കാരണം 19,000 രൂപ ഇതിന് വില വരുന്നുണ്ട്. 18 ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഈ ഒരു വിലയ്ക്ക് ഇപ്പോഴത്തെ ഒരു ഫോണിൽ ഇപ്പൊ മാക്രോ ക്യാമറ വെക്കുന്നില്ല. അപ്പൊ എനിക്ക് അത്യാവശ്യം മാക്രോ ക്യാമറ എനിക്ക് ബാഡ് തിങ് ആയിട്ട് തോന്നുന്നു. കാരണം 2024 മിക്ക ഫോണുകളിലും മാക്രോ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആകെ സാംസങ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു M സീരീസിൽ. പക്ഷെ ഇത് എനിക്ക് അത്രയ്ക്ക് ബാഡ് തിങ് ആയിട്ട് തോന്നി. കാരണം ഈ ഒരു പ്രൈസിന് മാക്രോ വേണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൈസിന് മാക്രോ കൊടുക്കുന്നില്ല. ലോ പ്രൈസിന് കൊടുത്തു. പക്ഷേ ഈ ഒരു 12 MP കൊടുക്കായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 8 MP ഒരു വൈഡ് ആംഗിൾ കൊടുക്കായിരുന്നു എനിക്ക് തോന്നി. ഇതൊരു മെയിൻ സെൻസർ ഈസ് പ്രെറ്റി ഗുഡ്. OS വരുന്നുണ്ട്. 4K 30 എടുക്കാൻ പറ്റുമായിരിക്കും. 30 എടുക്കാം. ഫ്രണ്ട് വരുന്നത് 16 MP ആണ്. അവിടെ 4K ഫുൾ HD മാത്രമേ വരുന്നുള്ളൂ. ക്യാമറ വൈസ് ചെയ്ത് ഫോട്ടോഗ്രാഫി സൂപ്പർ എന്നൊക്കെ അവർ പരസ്യത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത്രത്തോളം ഉണ്ടെന്ന തരത്തിലൊരു എന്തായാലും വൺ പ്ലസിന്റെ ഒരു ക്യാമറ ടച്ച് എണ്ണത്തിനുണ്ട്. ലൈക്ക് ഒന്നും അല്ല വന്നേക്കുന്നത്. ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് വേറെ സോണിയുടെ സെൻസറാണ് വന്നേക്കുന്നത്. വൺ പ്ലസ് ആണ് ചെയ്തേക്കുന്നത് ക്യാമറ. അപ്പൊ എനിക്ക് എത്രത്തോളം ക്യാമറ ഓക്കെ ആയിട്ട് തോന്നുന്നു. പക്ഷെ ഈ 2 MP കൊടുക്കണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ബാഡ് ക്യാമറ ആയിട്ടേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ക്യാമറ അത്ര നല്ല ക്യാമറ അല്ല. കാരണം ഒരു അൾട്രാ വൈഡ് അറ്റ്ലീസ്റ്റ് ഒരു 8 MP അൾട്രാ വൈഡ് എങ്കിലും കൊടുക്കായിരുന്നു എനിക്ക് തോന്നുന്നു. 2 ക്യാമറ ഞാൻ കൊടുക്കുന്നുള്ളൂ. അത് യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമറകൾ കൊടുക്കുക. യൂസ്ലെസ് ആയിട്ടുള്ള ക്യാമറ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പൊ മാക്രോ എടുക്കാൻ സെപ്പറേറ്റ് ഒരു ക്യാമറ വേണമെന്നില്ല. മെയിൻ ക്യാമറ തന്നെ എടുക്കാൻ പറ്റും. പിന്നെ 2 കളേഴ്സിന് ഡിസൈൻ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു. ഡിസൈൻ നല്ല നമ്മുടെ ഇപ്പോഴത്തെ S23 സീരീസ് ഒക്കെ വന്ന പോലെ സ്ക്വയർ ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നത്. എന്ന് വെച്ചാൽ കയ്യിൽ ഫ്ലാറ്റ് അല്ല, കർവ്ഡ് ഇല്ല. പ്ലെയിൻ ടൈപ്പ് ഐഫോൺ ഒക്കെ വരുന്ന രീതിയിലുള്ള സ്ക്വയർ ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നത്. കയ്യിൽ പിടിച്ചൊരു കനം പോലെ ഇരിക്കും. ആ ഒരു ഡിസൈനിലാണ് ഇപ്പോഴും ഇറക്കുന്നത്. ഫോണിന് OS 14.0 ആണ് വരുന്നത്. അത്യാവശ്യം ആൻഡ്രോയിഡ് 14 വരുന്നത്. 15 ഇതുവരെ വന്നിട്ടില്ല. 15 വരുമായിരിക്കും. വേറൊന്നും എനിക്ക് അത്ര സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. എല്ലാം കൊണ്ടും എനിക്കൊരു ബാഡ് തിങ് ആയിട്ട് തോന്നി ഈ ഫോൺ. കാരണം 12 ഇത് ഓഫറിൽ ഇനിയും താന്ന് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു OS ഉള്ള ഡിസ്പ്ലേ ഫോണെന്ന് ഞാൻ പറയാൻ സാധിക്കും. 3 years ഓഫ് അപ്ഡേറ്റ്, 4 years ഓഫ് സെക്യൂരിറ്റി ആണ് പറയുന്നത് വൺ പ്ലസ്. അത്യാവശ്യം എനിക്ക് ഓവറോൾ നോക്കുമ്പോൾ ഒരു ഈ 19,000 രൂപ വേർത്താന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുഴപ്പമില്ല. എന്തിനാ ഇങ്ങനെ ചവറ് കണക്കിന് നോഡ് സീരീസിൽ ഒത്തിരി ഫോൺ ഇറക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ CE4 ലൈറ്റ് എനിക്ക് അത്ര ഇമ്പ്രസ്ഡ് അല്ല. CE4 എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണാണ്. CE4 ലൈറ്റിൽ വരുമ്പോൾ എനിക്ക് എത്രത്തോളം ഇമ്പ്രസ്ഡ് അല്ല. കാരണം ആ ക്യാമറ തന്നെ പോയത്. പിന്നെ ഇപ്പൊ പ്രോസസറിന്റെ കാര്യം പറയട്ടെ. 695 പ്രോസസറാണ് വരുന്നത്. അത് നല്ല പ്രോസസർ എന്ന് വെച്ചാൽ 695 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മീഡിയം റേഞ്ച് ലോ ബഡ്ജറ്റിൽ കൊടുക്കേണ്ട ഒരു പ്രോസസർ എടുത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇട്ടിട്ട്, കാരണം ഇച്ചൂടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോട്ടോയുടെ ഫോണുകൾ കിട്ടും. മോട്ടോ H50 Pro കിട്ടും. Pro ഒക്കെ കിട്ടും. പക്ഷെ ഈ ഒരു 18-19 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ഫോണിന്റെ സ്പെക്സ് പിന്നെ ഹെഡ്ഫോൺ ജാക്ക് കൊണ്ട് 2 TB വരെ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്നില്ല. 2 TB ഒക്കെ എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡ് വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. ഒരു SD കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും. എന്ത് എടുക്കാൻ ക്യാമറ ആണെങ്കിൽ ആവറേജേ ഉള്ളൂ. എല്ലാം നോക്കിയാലും പിന്നെ ഈ 2 TB എന്തിനാ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 128 ആയിരിക്കും ബേസ് വേരിയന്റ്. 256 128 കാണാൻ സാധ്യതയുണ്ട്. കാരണം ലോ ബഡ്ജറ്റ് ഫോണല്ലേ കാണും 128. ഒരു ഇതിന്റെ സ്റ്റോറേജ് സ്പേസിന്റെ കാര്യം പറഞ്ഞാൽ 2 TB ഒരു എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്ന മോട്ടോ H50 Pro ഒക്കെ എടുക്കുന്നത്. കുറച്ചുകൂടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ മോട്ടോ H50 Pro ഒക്കെ ഇച്ചിരൂടെ റേഞ്ച് കൂടുതലാണ്. 27 വരും എങ്കിൽ പോലും അതൊക്കെ ഇതിലും പോക്കോ S6 Pro ഉണ്ടല്ലോ ഈ റേഞ്ച് വരുന്ന S6 ഉണ്ട്. അത് ഇതിനേക്കാളും ബെറ്റർ ആണ്. ക്യാമറ ആയാലും എല്ലാം കൊണ്ടും OS ഒഴിച്ച് ബാക്കി എല്ലാം ബെറ്റർ ആണ്. ഇവിടെ OS എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു.
കുഴപ്പമില്ല. ഓക്സിജൻ വോയിസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ നല്ല കളർ വോയിസ് ആണ് വരുന്നത്, അതിന്റെ പേര് മാറ്റി വരുന്നു. നല്ലത് ആർട്സ് ഒന്നും കാണത്തില്ല, അതെന്തായാലും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതൊരു ഗുണമായിട്ട് തോന്നുന്നു. പിന്നെ ക്യാമറ ഫ്രണ്ട് ഓക്കെ എന്ന് എനിക്ക് പറയാൻ, റിയലും ഓക്കെ, നല്ലൊരു മെയിൻ സെൻസർ തന്നെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.